10th നമുക്ക് പൊതുവേ മാത്സ് ഭയങ്കര ടഫായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, മറ്റ് സബ്ജക്ട്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ മാത്സ് ആയിരിക്കും കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം മറ്റ് സബ്ജക്ട്സൊക്കെ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കണമെങ്കിൽ മാത്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചിന്തയാണ് വേണ്ടത്. ആ ഒരു സബ്ജക്ട് സിമ്പിളാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ സിമ്പിൾ അല്ലേലും അങ്ങനെ വിചാരിക്കുക. മറ്റു ഡയലോഗ് കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക, ആ ഒരു സംഭവമാണ് ഇത്. പിന്നെ അത്യാവശ്യം കൺസിസ്റ്റൻസിയും പ്രാക്ടീസും കൊണ്ട് മാത്സ് ഭയങ്കര സിമ്പിളാക്കാൻ പറ്റും. പ്രാക്ടീസ് എന്ന് പറയുന്നത് മാത്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ പഠിക്കുന്ന പോലെ പഠിക്കുക. ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിന് എങ്ങനെ പറഞ്ഞു കൊടുക്കും ആ ഒരു രീതിയിൽ പഠിക്കുക. പിന്നെ ടീച്ചേഴ്സിന് എല്ലാ ക്വസ്റ്റ്യൻസിനും നന്നായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെടുത്ത് മനസ്സിലാക്കി പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും പാറ്റേൺ മനസ്സിലാക്കുക. ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ജാനുവരി ലാസ്റ്റോടെ അത്യാവശ്യം കോൺസെപ്റ്റ് എല്ലാം തീർത്ത് ഫെബ്രുവരിയിൽ മൊത്തം PYQs പ്രാക്ടീസ് ചെയ്യണം. A+ കിട്ടും. അപ്പം എങ്ങനെയാ?